ഇന്നൊരു കുഞ്ഞു മിനി വ്ളോഗാട്ടോ. അപ്പോൾ രാവിലെ അങ്കുവിന് സ്കൂളിലേക്ക് ടിഫിൻ ബോക്സിൻ്റെ കാര്യങ്ങളാണ് തയ്യാറാക്കുന്നത്. പൂരിയും വെള്ളക്കടലയുടെ കറിയുമാണ് ഞാൻ ഇന്ന് കൊടുത്തു വിടാൻ പോകുന്നത്. അപ്പോൾ വെൽക്കം ബാക്ക് ഡിയേഴ്സ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ചെറിയൊരു വിഷമവും കൂടെ ഈ വ്ളോഗിൽ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ടേ. അപ്പോൾ അങ്ക് സ്കൂളിൽ പോകുന്ന സമയത്ത് മഴയുണ്ടായിരുന്നു. രാത്രി മുഴുവൻ ഇങ്ങനെ ചാറി ചാറി നിൽക്കുമായിരുന്നു. നമ്മുടെ തണുപ്പൊക്കെ മാറി ചൂട് വരാനുള്ള അതിന് മുന്നേ ഉള്ളൊരു മഴയാണ്. ഇനി മെല്ലെ മെല്ലെ ചൂട് കൂടി വരും. അപ്പോൾ ഒരു ഭംഗിയുണ്ടായിരുന്നു മഴ കണ്ടുകൊണ്ടിരിക്കാൻ. നമ്മുടെ കിച്ചൺ ബാൽക്കണിയിൽ നിന്ന് കുറച്ച് നേരം ഞാൻ അതൊക്കെ നോക്കി നിന്നിട്ട് അപ്പോൾ നമ്മുടെ വ്ളോഗിലേക്കും കൂടി ഇടാന്ന് വെച്ചാൽ എടുത്ത വീഡിയോ ആട്ടോ. അങ്ങനെ ടിഫിൻ ഡേ അങ്ങനെ സെറ്റാക്കി. പൂരിയും കടലക്കറിയും രാക്കെ 2 ആഴ്ചത്തേക്ക് നാട്ടി സൺഡേ പോയതൊക്കെ ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാനും അങ്കു മാത്രമേ ഇപ്പം നിലവിലുള്ളൂ. അങ്കുവിൻ്റെ സ്കൂൾ ടൈമിങ്ങും മാറ്റി കേട്ടോ. തണുപ്പ് സമയത്ത് 8 മണിക്ക് പോയ ആയിരുന്നു. അപ്പോൾ തണുപ്പൊക്കെ മാറി ഇപ്പോൾ ചൂട് തുടങ്ങിയതുകൊണ്ട് രാവിലെ 6:45 പോകണം. ആസ് യൂഷ്വൽ ടൈമിംഗ് ആയി. അപ്പം നേരത്തെ എഴുന്നേറ്റ് എല്ലാം സെറ്റ് ചെയ്യണം. അപ്പോൾ അവൻ ബാഡ്മിൻ്റൺ കഴിഞ്ഞ് ഈവനിങ് വാങ്ങിച്ചുകൊണ്ട് വന്ന് നമ്മുടെ കിവി ഫ്രൂട്ടും കൂടെ ഞാൻ കട്ട് ചെയ്ത് വെച്ചു. അങ്ങനെ അവൻ സ്കൂളിൽ പോകാനെല്ലാം സെറ്റായത് ഇറങ്ങി. 6:45 ഒരുവിധം നേരം വെളുത്തു. രാത്രി മുഴുവൻ ഇങ്ങനെ മഴ ചാരി നിൽക്കുമായിരുന്നു. മൊത്തത്തിൽ കലങ്ങി കിടക്കുവാണെങ്കിലും നല്ല വെളിച്ചമുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അങ്ങനെയാണല്ലോ, പകല് കൂടി വരും നമുക്ക്. അപ്പോൾ അവനൊരു കുട കൊടുത്തു വിട്ടേ. അവർക്ക് അറിയാമോ? അങ്ങനെ വീടില്ല. അങ്ങനെ ഇനി ചോർന്നു തരാം. പ്രസ് ചെയ്ത ഒരു ബട്ടൺ ക്ലിപ്പ് അങ്ങനെ ഇടണം. രാവിലെ ടൈഗർ ബോയ് എത്തിയിട്ടുണ്ട് കേട്ടോ. പുള്ളിക്കാരൻ ഏത് സമയമാണെങ്കിലും രാവിലെ തന്നെ എത്തും. രാവിലെ ശരിക്കും കണി കാണുന്നതേ പുള്ളിയാണെന്ന് പറയാനാണ്. ഇവൻ സ്കൂളിൽ പോകുന്ന ടൈമിന് എന്തായാലും ഇവിടെയൊക്കെ തന്നെ കാണും. ഞങ്ങളുടെ ഇവിടെ ഉള്ളെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ ചെമ്പാവരി പുട്ടും മുട്ടക്കറിയും കഴിക്കാമെന്ന് വിചാരിച്ചു. ബ്രഞ്ചാക്കി ഞാനും അങ്ങ് കഴിക്കും. ഞാൻ ചായയും ഒരു പീസ് ബ്രെഡ് ടോസ്റ്റ് ചെയ്തതാണ് കഴിച്ചത്. അപ്പം മുട്ടക്കറിക്ക് മുട്ട ഞങ്ങളുടെ പുഴുങ്ങിയിട്ടു. ജസ്റ്റ് ഒരു കുക്കർ മുട്ടക്കറി ഈസി ആയിട്ട് നനച്ച് വന്നപ്പോൾ കുറച്ച് കൂടുതലായപ്പോൾ എങ്കിലും കുഴപ്പമില്ല. ബാക്കി വെച്ചിരുന്നാൽ രാത്രിയിൽ ഞാനത് പഴം കൂട്ടി കഴിച്ചോളാം. അവനെന്തെങ്കിലും തട്ടിക്കൂട്ടി കൊടുത്താൽ മതിയല്ലോ പിന്നെ. അപ്പോൾ നമ്മുടെ കുക്കർ മുട്ടക്കറി റെഡിയായി. കുറച്ച് ചാറായിട്ടാണ് വെച്ചത്, കാരണം പുട്ടിന് കുറച്ച് ചാറായിട്ട് തന്നെ വേണമല്ലോ. പിന്നെ ഞങ്ങൾക്ക് 2 പേർക്കും മതി. അപ്പോൾ പുട്ടും റെഡി ആയിട്ടുണ്ട്. ചുമന്ന അരി ചെമ്പാവരി പുട്ട്. ഇത് നമ്മുടെ എവീസിൻ്റെ കഴിഞ്ഞ വട്ടം നാട്ടിൽ പോയപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്ന ഇടിയപ്പപ്പൊടിയാണ്, പുഞ്ച ഇടിയപ്പപ്പൊടി. നമ്മുടെ പുട്ടുപൊടി കഴിഞ്ഞു. അപ്പോൾ ഞാൻ രാക്കയോട് പറഞ്ഞു നാട്ടിൽ നിന്ന് എന്തായാലും വരുമ്പോൾ ഇത് മറക്കാതെ വാങ്ങണേ. പുട്ടുപൊടി എനിക്ക് കൂടുതലും ഇഷ്ടം ഇടിയപ്പപ്പൊടിയെ കാട്ടിയും, കാരണം പുട്ടാണ് ഇവിടെ കൂടുതലും ഉണ്ടാക്കുന്നത്. ഇടിയപ്പം മറ്റുള്ളവർക്ക് അത്ര വലിയ താല്പര്യമില്ല. പുട്ടുകാരാണ് ഇവിടെ എല്ലാവരും. എനിക്കും ഇഷ്ടം കേട്ടോ, പഴമായിട്ടായാലും. അപ്പോൾ ഇത്രയും നേരം കണ്ടിട്ട് ഞാൻ രാക്കയിൽ പോയിട്ട് പിറ്റേ ദിവസത്തെ വിശേഷങ്ങളാട്ടോ. അത് കഴിഞ്ഞിട്ടുള്ള ഒരു ചെറിയ വിഷമമുള്ള കാര്യം കൂടെ ഉണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ പിറ്റേ ദിവസം അവൻ സ്കൂളിൽ പോയി. ഒരു 9 മണി കഴിഞ്ഞപ്പോൾ സ്കൂളിൽ നിന്ന് എനിക്ക് വിളി വന്നു. അവനിങ്ങനെ ബാസ്കറ്റ് ബോൾ കളിച്ചപ്പോൾ വീണു, കൈ കുത്തി വീണു. അപ്പോൾ വേറൊരു കുട്ടി 11th പഠിക്കുന്ന ഒരു കുട്ടി അവൻ്റെ ദേഹത്ത് വീണ്. അപ്പോൾ കൈ ഒടിഞ്ഞോ എന്നൊരു സംശയമുണ്ട്. എക്സ്റേ എടുക്കണം, നല്ല നീരുണ്ട്. അപ്പം അവർ പോകണോ അതോ നമ്മളിങ്ങോട്ട് പോകുമെന്ന് ചോദിച്ചു. അപ്പോൾ ഇവിടെ രാക്കേ ഇല്ലാതെ ഞാൻ ആകെ വിഷമിച്ചു. പക്ഷേ ഇവിടെ നമുക്ക് നമ്മുടെ പ്ലാന്റിൽ നിന്ന് മെഡിക്കൽ ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് രാക്കേ ഉടനെ തന്നെ ഇവിടെ നമ്മുടെ പ്ലാന്റിലെ ഹോസ്പിറ്റലിൽ വിളിച്ച് പറഞ്ഞ് അവിടെ നിന്ന് സിസ്റ്ററും പിന്നെ നമ്മുടെ ഇവിടുന്ന് തന്നെ ഡ്രൈവറും വണ്ടിയൊക്കെ വിട്ട് തന്ന് ഞാനും നമ്മുടെ ഇവിടുത്തെ തന്നെ ഷർമിള എന്ന അസിസ്റ്റൻ്റെ പേര് നമ്മുടെ തന്നെ ആരോഗ്യ നികേതനിലെ നമുക്ക് കുറേ വർഷത്തെ പരിചയമുള്ളതല്ലേ. അപ്പോൾ പുള്ളിക്കാരിയും കൂടെ ആയിട്ട് സ്കൂളിൽ ചെന്നപ്പോൾ അവന് നല്ല നീരും വേദനയായിട്ടിരിക്കുമായിരുന്നു. പിന്നെ നമ്മൾ അടുത്ത് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എക്സ്റേ എടുത്തു. ഓർത്തോനെ ആദ്യം കാണിച്ചപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു ഇങ്ങനെ ഇതുപോലെ തന്നെ പൊട്ടൽ കാണും, എന്തായാലും ഇത് എക്സ്റേ എടുക്ക് എന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ എക്സ്റേ എടുത്തപ്പോൾ പൊട്ടലുണ്ട് നമ്മുടെ ആ ചൂണ്ട് വിരലിൻ്റെ താഴെ കേട്ടോ. അങ്ങനെ ആ കുറച്ച് കലാപരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് അങ്കു ഇവിടെ ഇരിപ്പുണ്ട്. 3 ആഴ്ച കംപ്ലീറ്റ് റെസ്റ്റാണ്. കൈ കാണിക്ക് നേരെ വെച്ചോ. അപ്പോൾ ഇങ്ങനെ തന്നെ തൂക്കിയിട്ടിരിക്കണം. ഏറ്റവും വിഷമമായ കാര്യം എന്ന് വെച്ചാൽ എക്സാമാണ് ഈ ആഴ്ച മുതൽ അവൻ്റെ തിയറി. അതിൻ്റെ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ സ്കൂളിൽ നിന്നായതുകൊണ്ട് വലിയ കുഴപ്പമില്ലയെന്ന് തോന്നുന്നു. അപ്പോൾ നല്ല രീതിയിൽ ഫുഡ് കൊടുക്കണമെന്ന് പറഞ്ഞു. പാല്, മുട്ട, തൈര്, ചീസ്, ഫ്രൂട്ട്സ്. അപ്പോൾ ഞാൻ ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് ചീസ് സ്റ്റഫ് ചെയ്തിട്ടുള്ള ചീസ് സാൻഡ്വിച്ചും നമ്മുടെ ആപ്പിളും കൂടെ കട്ട് ചെയ്ത് ഇടയ്ക്ക് അത് കൊടുത്തു. പിന്നെ എന്താ, ഞാൻ ചിക്കൻ ഉണ്ടായിരുന്നു കാല്, അത് വെച്ചിട്ട് ഒരു കുക്കർ ബിരിയാണി പോലെ ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്ന ബിരിയാണി ഇല്ലേ, ആ ഒരു രീതിയിലുള്ള സെറ്റപ്പായിട്ടൊരു ബിരിയാണിയും അതിൻ്റെ കൂടെ കപ്പ് കേട് ഞാൻ കുറച്ചധികം വാങ്ങിച്ചു വെച്ചു കേട്ടോ, കാരണം ഇത് കാൽഷ്യം നല്ലതായിട്ട് കൊടുക്കുന്നതല്ലേ. പിന്നെ നമ്മൾ ഒറ്റയ്ക്കായി എന്നൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. നമ്മുടെ മെയ്ഡ് ഡെയിലി വരുന്നുണ്ട്, ചുറ്റുമുള്ള ആളുകളും ഒക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ഹോസ്പിറ്റലും എല്ലാവരും നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് വലിയ ടെൻഷനില്ല. ഞാൻ കുറച്ച് ഫ്രൂട്ട്സും പഴവും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ചു. പാല്, തൈര്, ചീസ്, മുട്ട, പനീർ ഇതൊക്കെ കൂടുതൽ കൊടുക്കാൻ പറഞ്ഞു. കാരണം മരുന്നൊന്നും ഇല്ലല്ലോ ഈ ഓർത്തോ ഇതിന് കുഞ്ഞുങ്ങൾക്ക്.
അപ്പോൾ ദേ ആ ഒരു മഴ കാണിച്ച് കഴിഞ്ഞിട്ട് നല്ല വെയിലാണ് പിന്നെ കേട്ടോ, നല്ല ഭംഗിയുള്ള വെയിൽ, സ്പ്രിങ് ടൈം തന്നെയാണ്. അപ്പോൾ ഞാൻ തുണിയൊക്കെ എല്ലാം നമ്മുടെ കഴുകി ഉണക്കി എടുത്തിട്ടുണ്ട് തണുപ്പത്തെ. പുറത്തെ പൂക്കൾ കണ്ടോ എന്ത് ഭംഗിയായിട്ട് നിൽക്കുക. അപ്പോൾ ഇന്ന് എൻ്റെ സുന്ദർകാന്ഡം എന്ന് പറയുന്ന ഒരു സംഭവം നമ്മുടെ ഗ്രൗണ്ടിൽ നടക്കുക. വലിയ രീതിയിൽ പാട്ടും കൊട്ടും ഒക്കെ ഇങ്ങനെ കേൾക്കാം ഇവിടെ നിന്നാൽ. ഇവിടെ പിന്നെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങളുള്ളതുകൊണ്ട് നമുക്ക് പ്ലാനിന് ചുറ്റും എന്തായാലും ആളും ബഹളവും എപ്പോഴും കാണും. പേടിക്കാനൊന്നുമില്ലെങ്കിൽ എക്സാം എഴുതാൻ പറ്റില്ലല്ലോ എന്നൊരു വിഷമമുണ്ട്. അപ്പോൾ അവൻ്റെ ഫ്രണ്ട്സ് കാണാൻ വന്നപ്പോൾ മാഗി മതി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അതേ മാഗി ഉണ്ടാക്കുക. മട്ടറും ക്യാരറ്റും ഒക്കെ ഇട്ട് കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഇട്ട മാഗി അൺഹെൽത്തി ആണെങ്കിലും പിള്ളേർ എന്താ പറയുക, അവർക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. വല്ലപ്പോഴും ഒക്കെ ഒരുമിച്ചിരുന്ന് കഴിക്കാൻ പറ്റിയ ഒരു ഫുഡ് തന്നെയാണ് മാഗി. വല്ലപ്പോഴും കഴിക്കുന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല വലിയ കുഴപ്പമുണ്ട്. എന്തായാലും ഞാനത് ഉണ്ടാക്കി കൊടുക്കുകയാണ്. പിന്നെ ദേ ഇതെന്താണെന്ന് അറിയാമോ? ഇത് പോത്തീസ് എന്ന് പറഞ്ഞ് നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും അറിയാമല്ലോ, ചെന്നൈ പോത്തീസിൽ നിന്നാണ്. ഇത് നമ്മുടെ നാട്ടിലും ഉണ്ട് പോത്തീസ്. ഇത് ഞാൻ ഓൺലൈൻ ഇവിടെ വരും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഓൺലൈനിൽ കണ്ടിട്ട് നമ്മുടെ ചെന്നൈ പോത്തീസിൽ നിന്ന് കേട്ടോ ഒരു സാരി ഓർഡർ ചെയ്തു. വരുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. അതിന് പറഞ്ഞ പോലെ തന്നെ 3 ദിവസം കൊണ്ട് 4-ാം ദിവസം നമുക്ക് സാധനം കയ്യിൽ കിട്ടി. വലിയ കുഴപ്പമില്ല. ഞാൻ അധികം സാരി ഉടുക്കാത്ത വ്യക്തിയാണ്, പക്ഷെ എന്തോ എനിക്കിപ്പോൾ സാരി വാങ്ങുന്ന ഒരു ക്രേസ് വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ 2 കാണിച്ചില്ലേ, ഇനി അങ്ങനെ അങ്ങോട്ട് ക്രേസ് വെച്ചുകൊണ്ട് പോകുന്നില്ല. ഇതെന്താ മെറ്റീരിയലിനോ കാര്യങ്ങളെന്നോ ഒന്നും എനിക്കറിയത്തില്ല. എന്തായാലും വാങ്ങി വെച്ചു. എനിക്ക് റെഡ് കളറ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും ഏത് സാരി എന്ത് കണ്ടാലും, ഡ്രസ്സുകൾ ഏത് കണ്ടാലും റെഡിലോട്ടാണ് എനിക്ക് കണ്ണ് കൂടുതലും പോകുന്നത്. റെഡ് ആൻഡ് ബ്ലാക്ക് ആണ് ഏറ്റവും ഇഷ്ടമുള്ള എൻ്റെ കളേഴ്സ് 2. അപ്പോൾ റെഡ് തന്നെയാണ് ഇത് ഓർഡർ ചെയ്തത്. ഇതാണ് എൻ്റെ മുന്താണി എന്ന് പറയുന്നത്. അറ്റത്ത് ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന കുഞ്ചലം പോലെയൊക്കെ ഉണ്ട്. അപ്പോൾ ബോഡി ആ സർക്കിളൊക്കെ പോലെ വരും. വലിയ കുഴപ്പമില്ല. അറിയാവുന്നവർക്ക് അറിയാം ഏത് സ്റ്റഫാന്ന് കേട്ടോ. അപ്പോൾ അങ്കുൻ്റെ കൈ ഒടിഞ്ഞുകൊണ്ട് ആകെ കുറച്ച് ഡൗൺ ആയിരുന്നു 1-2 ദിവസം. പിന്നെ എനിക്കിപ്പോൾ കുഴപ്പമില്ല. രാക്കെ പെട്ടെന്ന് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. രാക്കെ ശരിക്കും നാട്ടിൽ പോയത് രാക്കയുടെ അച്ചമ്മയുടെ ആണ്ടിനാണ് കേട്ടോ. ആ 1 വർഷം ആയി. അപ്പം നമുക്ക് പൂജയും കാര്യങ്ങളൊക്കെ നടത്തണമല്ലോ. അപ്പോൾ അതിൻ്റെ ഇതായിട്ടാണ് പോയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വ്ളോഗ്. ഒത്തിരി സ്നേഹത്തോടെ താങ്ക് യു സോ മച്ച്. ബൈ ഡിയേഴ്സ്.